ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ട്രേസർ അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 3 എന്ന് പറയുന്നൊരു പോസ്റ്റിനെ പറ്റി നമ്മൾ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഒരു വേക്കൻസിയാണ്, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു പോസ്റ്റാണിത്. നമുക്കറിയാം, ഇതിന് നോട്ടിഫിക്കേഷൻ നിലവിൽ വന്നിരുന്നു. നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണും. സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ITI ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് എന്താണ്, അതിൻ്റെ സ്കെയിൽ ഓഫ് പേ ഒക്കെ നമുക്കറിയാം, 27,000 മുതൽ 73,000 വരെയുള്ള സ്കെയിൽ ഓഫ് പേ ഒക്കെയാണ്. അപ്പോൾ ഇതിൽ വേക്കൻസീസ്, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നായിരുന്നു നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പം നമുക്കിതിൻ്റെ എത്ര അഡ്വൈസുകൾ നിലവിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു, ITI ഒക്കെയാണ് നമുക്കവിടെ ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നത്. സിവിൽ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു എക്സാം വരുന്നത് ആദ്യമായിട്ട് നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാനുള്ള എക്സാം സ്ലോട്ടാണ്. ഓക്കെ, എക്സാം സ്ലോട്ട് നമുക്കറിയാം, ഈ എക്സാമിൻ്റെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലേക്കാണ് ഈ ഒരു എക്സാം വരുന്നത്. അപ്പോൾ നമുക്ക് നിലവിൽ നോക്കുവാണെങ്കിൽ ഒരു 6 months മിനിമം, സെപ്റ്റംബറിൽ എക്സാം വന്നാൽ പോലും നമുക്ക് ഏകദേശം ഒരു 6 months അല്ലെ 5 monthsനുള്ളിൽ സമയം നമുക്ക് കിട്ടുന്നുണ്ട്. 6 to 5 months നമുക്ക് കിട്ടുന്നുണ്ട്. സെപ്റ്റംബറിലാണ് വരുന്നതെങ്കിൽ ഒക്ടോബർ, നവംബർ മാസങ്ങളിലേക്കാണെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ സമയം കിട്ടും. അപ്പോൾ ഈ ഒരു സിലബസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിവിലിൻ്റെ ടോപ്പിക്സ് ഉണ്ട്, അതുപോലെ മെക്കാനിക്കലിൻ്റെ ടോപ്പിക്സ് ഉണ്ട്, മെക്കാനിക്കൽ ടോപ്പിക്സും വരുന്നുണ്ട്. അപ്പം ഇത് രണ്ടും ഒരു നിമി ബേസ്ഡ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്, അല്ലെ ടോപ്പിക്കുകളാണ്. ആ ഒരു സമയം, ഈ 6 മാസം 7 മാസം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യം പോലെ സമയമാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതുവരെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് തുടങ്ങുക. കാര്യം നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേക്കൻസീസ് കൂടുതൽ കാണും. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി നേടാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത് ഇനി എക്സാം വരട്ടെ, എക്സാം വന്നിട്ട് നമുക്ക്, അല്ല എക്സാം ഡേറ്റ് വന്നിട്ട് ഇനി പ്രിപ്പയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് കാണിക്കുന്നതെന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അപ്പോൾ എക്സാം സ്ലോട്ട് ഞാൻ വീണ്ടും ഒന്ന് ഓർപ്പിച്ചതാണ്. സമയം നമ്മൾ നോക്കുക, ആ സമയം അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. അടുത്തതായിട്ട് നമുക്ക് ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2021 ജൂലൈയിലായിരുന്നു എക്സാം നടന്നത്. റാങ്ക് ലിസ്റ്റിൽ നിലവിൽ വന്നത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, റാങ്ക് ലിസ്റ്റിൽ നിലവിൽ വന്നത് 21/4/2022 അതായത് ഈ 4-ാം മാസം, അല്ലെ ഈ ഏപ്രിൽ 21 എന്താണ്, റാങ്ക് ലിസ്റ്റ് 3 year കംപ്ലീറ്റ് ആവുകയാണ്, അല്ലേ. അപ്പോൾ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവും, ഈ മന്ത് തന്നെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവും. കട്ട് ഓഫ് അന്ന് എത്ര ആയിരുന്നു, 65 ആയിരുന്നു. ടോട്ടൽ അഡ്വൈസ് 1000 അഡ്വൈസുകൾ പോയിട്ടുണ്ട്, 1056 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിലെ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം 1500 ആയിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ടോട്ടൽ അഡ്വൈസ് പോയേക്കുന്നതും മെയിൻ ലിസ്റ്റിൽ എത്ര പേര് ഉണ്ടെന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പം നല്ല വേക്കൻസീസ് ഉള്ളൊരു എക്സാം ആണിത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിപ്പയർ ചെയ്താൽ ഒരു ജോലി നേടാൻ സാധ്യതയുള്ള, ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു എക്സാമാണ് ഈ കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 അല്ലെങ്കിൽ ട്രേസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോട്ടൽ അഡ്വൈസ് പോയേക്കുന്നത് 18/3/2025 വരെയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞ മാസം 18 വരെയാണ് ഈ 1056 അഡ്വൈസുകൾ പോയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് ഉള്ളൊരു ഡൗട്ടാണ്, ഇനി ഈ വന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ഈ ഒരു എക്സാം നടത്തുന്നു, അപ്പോൾ ഇതിൽ നമുക്ക് എത്ര വേക്കൻസി കാണും? നിലവിൽ 1056 അഡ്വൈസുകൾ പോയിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരു വേക്കൻസി അവിടെ കാണും, അല്ലെ ഇനി എത്ര വേക്കൻസി അവിടെ കാണും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് കാണും. അപ്പം നിങ്ങൾ ഓർക്കുക, ലാസ്റ്റ് ടൈം ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പം 86 വേക്കൻസീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. പക്ഷേ എത്ര അഡ്വൈസുകൾ പോയി? 1056 അഡ്വൈസുകൾ പോയി. അപ്പം നിലവിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, വേക്കൻസീസ് നല്ല വേക്കൻസീസ് തന്നെ അവിടെ കാണും. എത്ര നമ്പർ എക്സാക്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, 1056 പേരിൽ പലരും പല ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സിവിൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളവർക്ക് അവർക്ക് പല എക്സാമുകൾ അവർ ക്രാക്ക് ചെയ്തിട്ടുണ്ടാവും, അവർ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, നിലവിലും നല്ലൊരു വേക്കൻസി തന്നെ കാണും. അതുകൊണ്ട് ഇനി വേക്കൻസീസ് കുറവാണോ, കിട്ടുമോ എന്നുള്ള സംശയങ്ങളൊന്നും വേണ്ട. നിങ്ങൾ ഈ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലേക്ക് ഈ ഒരു എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിലവിൽ ആവശ്യത്തിന് സമയമുണ്ട്. ഇനി എക്സാം ഡേറ്റ് വന്നിട്ടേ പ്രിപ്പയർ ചെയ്യാവൂ എന്ന് വിചാരിച്ചിരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഒത്തിരി വൈകും. അതുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നീട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സിവിൽ ഓവർസിയർ ബാച്ച്, അതായത് ഓഫ്ലൈൻ ബാച്ച് നമ്മൾ അടൂർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സൺഡേ ബാച്ചും ഉണ്ട്, റെഗുലർ ബാച്ചും ഉണ്ട്. അപ്പോൾ റെഗുലർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വീക്ക് ഡേയ്സിലുള്ള ക്ലാസ്സുകളാണത്. ജൂലൈ
ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആ സ്ലോട്ടിലേക്കാണ് ഈ ഗ്രേഡ് 2, ഗ്രേഡ് 3 എക്സാമുകളെല്ലാം ഇപ്പം നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ റെഗുലർ ബാച്ചിൽ ഓഫ്ലൈനായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, അടൂരെ ഓഫ്ലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക. താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് റിസൾട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, നിങ്ങളും ഇതുപോലെ ടോപ്പ് റാങ്കുകളിൽ ഉൾപ്പെട്ട് ജോലി നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളോട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഗവൺമെൻറ് ജോബ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഇതിൻ്റെ എക്സാം ഡേറ്റ് വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നിങ്ങൾ റിവിഷനും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത്, നിങ്ങൾ കുറച്ച് ടെസ്റ്റുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.